ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ഈ വളരെ ചെറുതും ദുർബലവുമായ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിലെ 17 നോമ്പുകൾ അനുഷ്ഠിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഒരു നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായും അള്ളാഹു സ്വീകരിക്കുന്നതാണെങ്കിൽ അതിനൊരുക്കിയിരിക്കുന്ന പ്രതിഫലം എത്രയെന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല. നരകത്തിൽ നിന്ന് ഒരു നോമ്പ് കൊണ്ട് മാത്രം 70 വർഷക്കാലം അകലെ ആയിത്തീരും വിശ്വാസി എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോ വർഷത്തിലെയും ഈ ഓരോ മാസത്തെ നോമ്പുകൾ, ഒരു മാസം വീതമുള്ള നോമ്പുകൾ, നമ്മുടെ ആയുസ്സിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ തന്നെ നമ്മെ എത്രമാത്രം പ്രതിഫലാർഹമായ ഒരു പുണ്യമായി നമുക്കതനുഭവപ്പെടും എന്നതിനെക്കുറിച്ച് നാം ആലോചിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറം വലിയ ഒരു വിജയത്തിൻ്റെ നിദാനമാണത്. അതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസത്തിലെ നോമ്പിൽ ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ, നമ്മളൊക്കെ ഇവിടുന്ന് ഖുതുബയിലും മറ്റും കേട്ടതായിരിക്കും, ജിഹാദ് ചെയ്യുന്നവനേക്കാൾ അള്ളാഹു പരിഗണിക്കും. ഒന്നാമതായി ജിഹാദുകാരനെ അവഗണിക്കുമെന്നല്ല പറഞ്ഞത്, ജിഹാദ് ചെയ്യുന്നവനേക്കാൾ, അയാൾ നിർവഹിച്ച നോമ്പിനേക്കാൾ 1 വർഷം കൂടി മറ്റേയാൾ നോമ്പ് അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ അയാളെയായിരിക്കും ആദ്യമായി പരിഗണിക്കുക എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പം നോമ്പ് എന്നുള്ളത്, റമദാൻ എന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമേ അല്ല. മാറ്റി നിർത്തേണ്ടതോ സൗകര്യമുണ്ടെങ്കിൽ മാത്രം, നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ബാക്കി സമയമുണ്ടെങ്കിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഒന്നോ അല്ല. നോമ്പ് മറ്റെന്തിനേക്കാളും പ്രാധാന്യപൂർവ്വം ഉപയോഗപ്പെടുത്താൻ സന്നദ്ധരാവേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണല്ലോ റമദാനിന്റെ പ്രത്യേകത. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ കൃത്യമായ തെളിവുകളുമായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമദാൻ. എന്താ ഖുർആന്റെ സവിശേഷത? ഇത് ജനങ്ങൾക്കാകമാനം മാർഗദർശകമാണ്. ഒരു കാലത്ത് ജീവിക്കുന്ന, മുൻകാലങ്ങളിലെ അല്ലെങ്കിൽ പരിഷ്കൃത ലോകത്തെ കുറിച്ച് സ്വപ്നം പോലും കാണാത്ത കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കും ഇക്കാലത്തെ ആളുകൾക്കും ഇനി എത്രമാത്രം പുരോഗതി ലോകം കൈവരിച്ചാലും അവർക്കൊക്കെയും അക്കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് വരെ സന്മാർഗം നൽകുന്നതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ഗ്രന്ഥം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതായോധനത്തിലാണ്, ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അയാൾക്ക് ആ ജീവിത യാത്രയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ, കാര്യങ്ങൾക്കൊക്കെ എനിക്ക് നേട്ടമുണ്ടാകുമോ? അത് ഭൗതികമായിരുന്നാൽ പോലും, ദുനിയാവിന് വേണ്ടിയായിരുന്നാൽ പോലും, ഒരു കച്ചവടമായിരുന്നാൽ പോലും, മറ്റെന്തെങ്കിലും സംരംഭമായിരുന്നാൽ പോലും, ഒരു വിവാഹം കഴിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിരുന്നാൽ പോലും, അവയുടെ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ എനിക്ക് അല്ലെങ്കിൽ നമുക്ക് വിജയകരമായ അനുഭവമോ അവസ്ഥയോ ഉണ്ടാകുമോ എന്ന ഒരാശങ്ക നിലനിൽക്കുന്നുവെങ്കിൽ ആ ആശങ്കക്ക് പരിഹാരമായി ഈ രീതി നീ അവലംബിച്ചാൽ നിന്റെ ബിസിനസ്സിൽ ഗുണമുണ്ട്, ഈ രീതിയിൽ നീ വിവാഹത്തെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നിന്റെ ദാമ്പത്യ ജീവിതം സമാധാനപൂർണമായിരിക്കുമെന്ന കൃത്യമായ ഒരു അറിവ് ലഭിക്കുകയാണെങ്കിൽ ആരും അതേ തിരഞ്ഞെടുക്കുകയുള്ളൂ.
ആരും അതേ തെരഞ്ഞെടുക്കുകയുള്ളൂ. ഒരു നഷ്ടക്കച്ചവടത്തിനും ഒരാളും തുനിയുകയില്ല. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് വിവാഹം ചെയ്യുമെന്ന തീരുമാനത്തിലേക്ക് ഒരാൾ വരുമ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിന്റെ വരാൻ പോകുന്ന പ്രയാസകരമായ അവസ്ഥയെക്കുറിച്ച് അയാൾ ഗൗരവമായി ചിന്തിക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. പറഞ്ഞു വരുന്നത്, വൈവാഹിക ജീവിതമാവട്ടെ കുടുംബജീവിതമാവട്ടെ ആളുകളുമായി ബന്ധപ്പെടുന്ന ആ ക്രയവിക്രയങ്ങളുടെ ലോകത്താവട്ടെ അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിനു വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളാവട്ടെ, ഏതിനും വിജയത്തിന്റെ പാത ഏത് എന്ന് നമ്മൾ അന്വേഷിക്കുക എന്നുള്ളത് മറ്റേത് ജീവജാലങ്ങളെ അപേക്ഷിച്ചും മനുഷ്യന്റെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, മാർഗദർശനമാണ് നിങ്ങൾക്ക് ഖുർആൻ, നിങ്ങൾ അത് തിരഞ്ഞെടുത്തോ. നിങ്ങൾ ഒരിക്കലും പതനത്തിലേക്കോ പരാജയത്തിലേക്കോ പോവുകയില്ല ഖുർആൻ തിരഞ്ഞെടുത്താൽ. സത്യമേത് അസത്യമേത് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന കൃത്യമായ തെളിവുകൾ ഖുർആനിൽ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ അസംഖിതമായി പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് തുടരുകയാണ്. ദാലിക്കൽ കിതാബ്, അതാകുന്നു ഗ്രന്ഥം. ഖുർആനെ കുറിച്ച് പറയാം, അതാകുന്നു ഗ്രന്ഥം. ലാ റൈബ ഫീഹി, അതിൽ സംശയമേ ഇല്ല. ഒരു ഗ്രന്ഥം നമ്മോട് പറയുകയാണ്, അല്ലെങ്കിൽ ലോകത്താകമാനം ജീവിക്കുന്ന ഏത് രാജ്യത്തെ മനുഷ്യനായിരുന്നാലും അവനോട് പറയുകയാണ്, ഇതിനൊരു സംശയമില്ലടോ, ഇതിനൊരു സംശയമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികൾക്ക്, സൂക്ഷ്മതയോടെ ജീവിക്കാൻ തയ്യാറുള്ളവർക്ക്, ദോഷബാധയെ സൂക്ഷിക്കുന്നവർക്ക് സന്മാർഗ ഗ്രന്ഥമാണിത് എന്ന് ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം തുടങ്ങിയിട്ട് 1400 ചില്ലാനം വർഷങ്ങൾ നമുക്കറിയാമല്ലോ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച വഹിയിലൂടെ ജനങ്ങളിലേക്ക് എത്തിപ്പെട്ട ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഇന്നും അലയടിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും ആളുകളെ സന്മാർഗത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും ആളുകൾക്ക് പ്രചോദനമാകുന്നു. ഏറ്റവും ഒടുവിലായി നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു മലയാള സിനിമയിലെ അശ്ലീല സിനിമാ കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ചു പോയിരുന്ന ഒരു നടി, അവരുടെ പേര് പോലും അശ്ലീലതയുടെ പര്യായമായി ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു നടി ഇക്കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉംറക്ക് പോയിട്ട് ആ നടി പറഞ്ഞത് എന്താണെന്നോ, ഞാൻ എന്റെ ഇൻഡസ്ട്രിയിൽ, എന്റെ സിനിമാ ലോകത്തെ ജീവിതത്തിൽ തെറ്റ് ചെയ്തു പോയി. പശ്ചാത്തപിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ജീവിതം എന്നുള്ളത് വെറുതെ കളിയും തമാശയുമായി കൊണ്ട് നടന്ന് വൃഥാ ചെലവഴിച്ച് തീർക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ ഉത്തരവാദപ്പെട്ട ആളുകൾ, ചിന്തകന്മാർ, ഗവേഷകന്മാർ, സെലിബ്രിറ്റികൾ ഒക്കെ തന്നെയും ഇസ്ലാമിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഖുർആൻ പറഞ്ഞ ഹുദല്ലിൽ മുത്തഖീൻ, സന്മാർഗ ഗ്രന്ഥമാണിത്. സൂക്ഷ്മതയോടെ ജീവിക്കാൻ, ജീവിതത്തെ ഗൗരവകരമായി കാണാൻ തയ്യാറുള്ള ആളിന് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച ആ കാര്യം ഇന്നും നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങിങ്ങായി ഇസ്ലാമിനെ കുറ്റപ്പെടുത്താനൊക്കെ ആളുകൾ ചിലതുണ്ട്, അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതൊരു വിഷയമേ അല്ല, തള്ളിക്കളയേണ്ടതാണ് അവരെ. എന്നാൽ ഇസ്ലാമിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഹുദല്ലിൽ മുത്തഖീൻ, അത് സന്മാർഗം ആണ്, സന്മാർഗ ഗ്രന്ഥമാണ്, ഹുദയാണ്, വെളിച്ചമാണ്. ആർക്ക്? ചിന്താശേഷിയുള്ള, ബുദ്ധിയുള്ള, വിവരമുള്ള ആളുകൾക്ക് എന്ന് ഖുർആൻ പറയുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇബ്രാഹിം പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. അലിഫ് ലാം റാ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, മനുഷ്യരെ അവന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഗ്രന്ഥമാണിത്. ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഗ്രന്ഥം. എന്തായി പറയേണ്ട അർത്ഥം? ലോകം ഇന്ന് വെളിച്ചത്തിലാണല്ലോ, ഇരുട്ടിലല്ല. ഒരുപാട് പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനുഷ്യൻ അവന്റെ ചിന്തയിലൂടെ, അവന്റെ അന്വേഷണത്തിരയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹു നൽകിയ കഴിവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിനിവിടെ ഇറങ്ങി പുറപ്പെട്ടപ്പോ ലോകം വിസ്മയകരമായ പുരോഗതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. AI കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാൻ പറ്റും,
പറഞ്ഞു വരുന്നത് ഈ കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടത് അവന്റെ ചിന്ത കൊണ്ടും അവന്റെ ബുദ്ധി കൊണ്ടുമാണ്. മറ്റൊരു ജീവിവർഗത്തിനും ആ സൗഭാഗ്യം ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഇതിനേക്കാൾ ശോഭയാർന്ന വെളിച്ചം വരാനിരിക്കുന്നു. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരാനിരിക്കുന്നു. അന്നും മനുഷ്യനെ രക്ഷിക്കാൻ അവന്റെ ആത്യന്തിക വിജയത്തിന് നിദാനമായിട്ട് ഈ ഖുർആൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, വിശുദ്ധ ഖുർആൻ അത് നിസ്സാരമായ ഒരു ഗ്രന്ഥമല്ല. നമ്മൾ അറിയണം, ഇവിടങ്ങളിലൊക്കെ ഒരുപാട് വിശുദ്ധ ഖുർആന്റെ പ്രതികൾ ഇതാ കിടക്കുകയാണ്. ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മിലേക്കാണ്. ഇത് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മളാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ ഖുർആനുമായി കെട്ടിപ്പിണഞ്ഞുകൊണ്ടാവണമെന്ന് നമ്മോട് കൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഖുർആനുമായുള്ള ആ ബന്ധം എന്നതിനെ കുറിച്ച് നമുക്കൊരു ആലോചന നടത്തേണ്ടതുണ്ട്. ഒന്ന് ആലോചിക്കണം, എന്താണ് ജീവിതം? എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്? ഒരുപാട് കാലം ജീവിച്ചു, എന്നെ പോലുള്ള ആളുകൾ ഇവിടെയുണ്ട്, ചെറുപ്പക്കാർ ഇവിടെയുണ്ട്. നമ്മൾ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്? എന്താണ് ഒരു ഉത്തരം പറയുക ഭൗതികപരമായിട്ട്? കുറെ കാലം ഇങ്ങനെ ജീവിക്കണം, ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് പണം ഉണ്ടാക്കി അത് കുടുംബത്തെ പോറ്റി അല്ലെങ്കിൽ ആ രീതിയിൽ ചെലവഴിച്ച് അങ്ങനെ ജീവിച്ച് മരിച്ചു പോകണം. മനുഷ്യൻ എന്ന നിലക്ക് അവനിലെ കഴിവുകൾ, അവനെ അള്ളാഹു ഒരുക്കിയ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചാൽ അവന്റെ ശരീരഘടനയിലെ സംവിധാനങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് പഠന വിധേയമാക്കിയാൽ ഇவ்விധത്തിൽ ചത്തൊടുങ്ങിപ്പോവേണ്ടവനല്ല മനുഷ്യനെന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടും. അങ്ങനെ ചത്തൊടുങ്ങി 1-ാം ദിവസം കഴിഞ്ഞ് 2-ാം ദിവസം നാറി നമ്മളൊക്കെ മൂക്ക് പൊത്തി വലിച്ചെറിയേണ്ടുന്ന വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ട ഒരു ജീവിതം അല്ല മനുഷ്യ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മെ തന്നെ പഠിച്ചാൽ മതി. നമ്മുടെ തലച്ചോറ്, നമ്മുടെ ഹൃദയം, നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന സംവിധാനം, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ കൈ, നമ്മുടെ കാല് ഒക്കെ പരിശോധിച്ചു നോക്കൂ. അത്ഭുതകരമാണ്, അത്യത്ഭുതകരമാണ് പ്രിയപ്പെട്ടവരെ. ഇതിന്റെ പിന്നിൽ ഇതൊരുക്കി തന്ന അള്ളാഹുവാണ് ഖുർആനും ഇറക്കി തന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇത്തരം വിസ്മയകരമായ ഒരു സംവിധാനങ്ങളോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് മാർഗദർശനമായി നൽകുന്ന വിശുദ്ധ ഖുർആൻ ഇതിനേക്കാൾ, നമ്മുടെ സൃഷ്ടിപ്പിനേക്കാൾ അത്ഭുതകരമായ ഗ്രന്ഥമാണ്, അത്യത്ഭുതകരമായ ഗ്രന്ഥമാണ്. നോക്കൂ, എന്താണ് ജീവിത ലക്ഷ്യം എന്ന ചോദ്യത്തിന് ഖുർആൻ പറയുന്നൊരു മറുപടിയുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏതൊരു ദേഹവും മരണത്തെ അനുഭവിച്ചറിയും, രുചിക്കുക തന്നെ ചെയ്യും. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുകയുള്ളൂ. ഞാനിവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. 10 വർഷം ജോലി ചെയ്തു. എനിക്ക് 9 വർഷത്തെ ജോലിയുടെ ശമ്പളമേ കിട്ടിയിട്ടുള്ളൂവെങ്കിൽ 1 വർഷത്തെ ശമ്പളം കൂടി കിട്ടാൻ അവകാശമുള്ളവനാണ് ഞാൻ. 1 മാസത്തെ എന്റെ ശമ്പളം വെട്ടിക്കുറച്ചാൽ അതുകൂടി കിട്ടാൻ അവകാശപ്പെട്ടവനാണ് ഞാൻ. നമ്മുടെ അവകാശമാണ്. നമ്മൾ വെറുതെ നിൽക്കൂല. നമ്മൾ ചോദിക്കും. നമ്മളിത് പിടിച്ചു വാങ്ങാനുള്ള, അത് നമ്മുടേതാണ് എന്ന രീതിയിൽ ആ അവകാശം വാങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഒരുക്കവും നമ്മൾ നടത്തും. മനുഷ്യൻ അങ്ങനെയാണ്. ഇവിടെ പറയുന്നു, എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളിവിടെ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഇടപെടലിലും, ഓരോ ഉച്ഛ്വാസ നിശ്വാസങ്ങളിലും, ഓരോ കാലടിപ്പാതും മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും നമ്മൾ നിർവഹിക്കുന്ന ദൗത്യങ്ങളുണ്ട്, ഒരുപാട് ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യത്തിന് കണക്കായ പ്രതിഫലം ഇവിടെ ലഭിക്കുന്നില്ല. സത്യമാണ്, വസ്തുതയാണ്. 2 പേർ ഒന്നിച്ച് ഒരേ സമയത്ത് ഗൾഫിൽ പോയിട്ട് ഒരാൾ സാമ്പത്തികമായി സൗകര്യമുള്ളവനും മറ്റേയാൾ കടം കൊണ്ട് പൊറുതിമുട്ടിയവനുമായി തീർന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് നമുക്കെന്താ പറയാൻ കഴിയുക? പടച്ചവന്റെ വിധിയാണത്, തീരുമാനമാണത്. അങ്ങനെ ഒരാളുടെ ജീവിതം ലാഭവും മറ്റൊരാളുടെ ജീവിതം നഷ്ടവുമെന്ന് ചിന്തിക്കുന്ന ആ ചിന്തയുണ്ടല്ലോ, അതിനപ്പുറമാണ് ലോകത്തിന് ശേഷമുള്ള ജീവിതമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഈ ദുനിയാവ് അങ്ങനെയാണ്. ചതിയും വഞ്ചനയും നോക്ക്, കണ്ടില്ലേ? പശ്ചിമേഷ്യയിൽ ഇതാ ഇറാന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്.
ലോക പോലീസുകളൊക്കെ ഇറാന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഫലസ്തീനെ ഒരു വിധത്തിൽ ഒതുക്കി അങ്ങനെ അരുക്കാക്കാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ തന്നെ ഇറാന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. പണമാണ്, അധികാരമാണ്, രാഷ്ട്രീയപരമായ ചില ഹിഡൻ അജണ്ടകളാണ് പലർക്കും വമ്പന്മാർക്കും ലക്ഷ്യം. അങ്ങനെ 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 വമ്പന്മാരും അധികാരികളുമൊക്കെ ഇവിടെ വാഴുമ്പോൾ സാധാരണക്കാരായ മനുഷ്യന്മാർ അവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നു. ഇനി പല ആളുകളും നോക്കൂ, നിങ്ങൾ എന്നെപ്പോലെ എൻ്റെ അതേ പ്രായമുള്ള ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വീർപ്പുമുട്ടുകയാണ്, പ്രയാസത്തിലാണ്. അവരുടേതായ കാരണങ്ങളല്ല, അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവർ വാഹനം വന്ന് ഇടിച്ച് അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് മാറാരോഗം വന്നിരിക്കുകയാണ്. ഞാൻ നടന്നു പോകുന്നത് പോലെ അവർക്ക് നടന്നു പോകാൻ കഴിയുന്നില്ല. എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് പോലെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ അവർ ചെയ്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പറഞ്ഞു വരുന്നത് ദുനിയാവിലെ മനുഷ്യന്റെ അവസ്ഥ അതാണ്. ആ അവസ്ഥക്ക് പരിഹാരം ദുനിയാവിലില്ല. ഒരു ഭരണകൂടത്തിനും കൊണ്ടുവരാൻ കഴിയില്ല. ദുനിയാവതാണ്. എന്നാൽ ഖുർആൻ പറയുന്നു, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമേ പൂർണ്ണതയോടെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഫമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആർ അപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നുവോ അവനാണ് വിജയി. എന്നിട്ട് പറയാണ്, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മത്താഉൽ ഗുറൂർ. ഐഹിക ജീവിതം നമ്മളെ വഞ്ചിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ്. നമ്മളെ ഒന്ന് കൺകുളിർമ കാണിച്ച് വിസ്മയിപ്പിച്ച് പറ്റിച്ചു കളയുന്ന ഒരു വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ് ദുനിയാവിലെ ജീവിതം. പരിശോധിച്ചു നോക്കൂ. ഒരുപാട് ആളുകളുടെ ജീവിതങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രണയത്തിന്റെ ഒക്കെ പിന്നാലെ പോയിട്ട്, പ്രണയം സാഫല്യമാകാൻ വേണ്ടി ഉപ്പാനെയും ഉമ്മാനെയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് അവസാനം ആ പ്രണയ ജീവിതത്തിന്റെ കുറച്ചു കാലം കഴിയുമ്പോഴേക്കും അവർ തെറ്റിപ്പിരിയാണ്, ആത്മഹത്യയിലേക്ക് പോകുന്നു, കൊലപാതകം നടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. വർണ്ണാഭമായ കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന ജീവിതം കൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ ഒരുപാട് ഇത്തരത്തിലുള്ള ദുരന്തവും ദുരവസ്ഥയും നമുക്ക് അറിയാം. അതിനൊന്നും വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് വഞ്ചിക്കുന്ന ഒരു ചരക്ക് മാത്രമാണ് ദുനിയാവ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അങ്കബൂത്തിൽ പറയുന്നു, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹും വലൈബ്. ഈ ഐഹിക ജീവിതം വിനോദവും കളിയുമല്ലാതെ മറ്റൊന്നുമല്ല. വഇന്നദ്ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. കേട്ടോ, നമ്മൾ ഈ ദുനിയാവിൽ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊന്നും അധികവും പൂർത്തീകരിക്കപ്പെടാതെ വിരിഞ്ഞു പോകുന്നവരാണ് നമ്മൾ. ഖബർസ്ഥാനിന്റെ അടുത്തും ചെന്നു നോക്കൂ, നമുക്കറിയാവുന്ന ഒരുപാട് ആളുകൾ മരിച്ചുപോയില്ലേ? ഒരുപാട് വമ്പന്മാർ, ഒരുപാട് അധികാരികൾ, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ ആളുകൾ മരിച്ച് ഖബറിൽ കിടക്കുകയാണ്. നൂറ്റാണ്ടുകളായി, വർഷങ്ങളായി ഖബറിൽ കിടക്കുകയാണ്, ഒരു അനക്കവുമില്ലാതെ. പ്രിയപ്പെട്ടവരെ, അവരെന്തെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടാവും ദുനിയാവിൽ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും പൂവണിയാതെ അവർക്ക് പോവേണ്ടി വന്നു. പക്ഷേ അവരിൽ ഇവിടത്തെ സൽക്കർമ്മങ്ങളുമായി ജീവിച്ച് ഇവിടുത്തെ ജീവിതാനുഭവങ്ങൾ തന്റെ അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറാവേണ്ടത് ഞാനാണ് എന്ന ബോധ്യത്തോടെ ജീവിച്ച സൽക്കർമ്മം ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതാ വരാൻ പോകുന്ന വലിയൊരു ഭാഗ്യമുണ്ട്. മറ്റുള്ള ആളുകളുടെ കാര്യം എന്താ? മറ്റുള്ള ആളുടെ കാര്യം കഷ്ടം തന്നെ. ദുനിയാവില് ജീവിതം അവസാനിച്ചു. ദുനിയാവിലെ ചുരുങ്ങിയ സമയം ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള ചുരുങ്ങിയ സമയം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചു പോയി എന്നല്ലാതെ ഇനി അങ്ങോട്ട് ഒരു പ്രതീക്ഷയും അവർക്കില്ല. ഖബറിൽ അവർ പ്രയാസപ്പെടും, മഹ്ശറയിൽ അവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത്രയുള്ളൂ ജീവിതം. ഇതാണ് ജീവിതം. അതുകൊണ്ട് തന്നെ ഈ ഐഹിക ജീവിതം കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. തീർച്ചയായും പരലോകം തന്നെയാണ് യഥാർത്ഥ ജീവിതം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്താണ്.
നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് പരീക്ഷിക്കുവാൻ മരണവും ജീവിതവും തന്നവനാണവൻ. നമ്മളിൽ ആരാണ് ഇവിടെ ഏറ്റവും നല്ലവനായി ജീവിക്കുന്നത്, പരോപകാരിയായി ജീവിക്കുന്നത്, പടച്ചവനെ കാണേണ്ട പ്രകാരം കണ്ടു ജീവിക്കുന്നത്, പടച്ചവന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച് ജീവിക്കുന്നത്, പടച്ചവൻ നൽകുന്ന വിധിയെ സമാധാനപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കുന്നത് ആരാണ് എന്ന പരിശോധനയുടെ അവസരമാണ് ഈ ദുനിയാവ്. പരിശോധനയുടെ അവസരമാണ് ഈ ദുനിയാവ്. ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. ഈ ദുനിയാവിലെ പ്രയാസകരമായ അവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടണം. നമ്മളൊക്കെ ചിലപ്പോ മരിക്കാനൊന്നും ആഗ്രഹിക്കുന്നവരല്ല, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്നാ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലല്ലോ, മരിക്കേണ്ടി വരുമല്ലോ. മരണം ഉറപ്പല്ലേ? എത്ര നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോ നമുക്ക് രക്ഷയുണ്ടാവാൻ വേണ്ടി നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന, ഉപയോഗപ്പെടുത്തേണ്ടുന്ന, ചേർത്ത് വെക്കേണ്ടുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ അള്ളാഹുവിനോട് പരാതി പറയുന്ന കാര്യം സൂറത്തുൽ ഫുർഖാൻ പറയുന്നു. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എന്റെ രക്ഷിതാവേ, തീർച്ചയായും എന്റെ ജനത ഈ ഖുർആനെ അവഗണിച്ചു കളഞ്ഞു റബ്ബേ. ഈ എന്റെ ജനത, ഖുർആൻ ഞാൻ അവർക്കിറക്കി, ഖുർആന്റെ സന്ദേശം ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, ഖുർആന്റെ മാതൃകയായി ഞാൻ ജീവിച്ചു, പടച്ചവരെ, പക്ഷേ അവർ ഖുർആൻ അവഗണിച്ചു കളഞ്ഞു. ഖുർആന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്താൻ അവർ തയ്യാറായില്ല എന്ന് പ്രവാചകൻ നാളെ പരാതി പറയും. എന്തിനാ ഖുർആൻ ഇറങ്ങിയത് എന്ന് സൂറത്ത് സ്വാദി പറയുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറൂ ആയാതിഹി വലിയതദക്കറ ഉലിൽ അൽബാബ്. നിനക്ക് നാം അവതരിപ്പിച്ചു തന്ന അനുഗ്രഹീത ഗ്രന്ഥമാകുന്നു ഇത്. ഇതിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കണം നിങ്ങൾ. അവർ ചിന്തിച്ചു നോക്കും. ബുദ്ധിമാന്മാർ അവർക്കെന്ന ബുദ്ധി വളർത്താൻ, ഉത്ബുദ്ധരാവാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം. നമ്മൾ ചിന്തിക്കാനും നമ്മളെ ഉത്ബുദ്ധരാക്കാനും വേണ്ടിയാണ് ഈ ഗ്രന്ഥം. ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല. ഇപ്പൊ നമ്മളെ വളർത്തുന്ന, നമ്മുടെ ചിന്താശേഷിയെ വളർത്തുന്ന, നമ്മെ പരിപൂർണതയിലേക്ക്, മനുഷ്യൻ എന്ന നിലക്ക്, ജീവി എന്ന നിലക്ക് പരിപൂർണതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്നും ഖുർആൻ സൂചിപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ പറയുന്നു, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ്സലാഹ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. തീർച്ചയായും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം കൊടുത്തതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവരാരോ അവർ ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്, ഇച്ഛിക്കുന്നത് ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടമാണ്. നമസ്കാരം നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. സക്കാത്ത് പരസ്യമായും രഹസ്യമായും സദഖ നൽകുന്നത് നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. അതുപോലെ തന്നെയാണ് ഖുർആനെയും പറഞ്ഞിരിക്കുന്നത്. ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഖുർആൻ പഠിക്കുന്നത്, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നത് നമുക്ക് നഷ്ടം വരാത്ത ഒരു കച്ചവടമാണ് എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. മരണം ഏത് സമയത്തും നമ്മെ പിടികൂടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതൊരാളും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. പിന്നീട് നമ്മുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. നമ്മളൊക്കെ അങ്ങോട്ട് മടങ്ങിപ്പോകും. ഒരാളും ഒഴിവില്ല. നമ്മൾ ഒന്നിച്ചൊരു വലിയ സംഘം യാത്ര പോവുകയാണ്. തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഒന്നിച്ച് യാത്ര പോവുകയാണ് 4-5 ബസ്സുകളിലായിട്ട്. ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ ചിലർ പല വഴിക്കും ഇറങ്ങിയിട്ടുണ്ടാവാം. എറണാകുളത്ത് ഇറങ്ങിയവരുണ്ടാവാം, കോട്ടയത്ത് ഇറങ്ങിയവരുണ്ടാവാം, തിരുവനന്തപുരത്ത് തങ്ങിയവരുണ്ടാവാം. ഇങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ പല ആളുകളും നമ്മോടൊപ്പം ഒന്നിച്ച് ഇവിടെ എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മളേത് വഴിക്ക് തിരിഞ്ഞു പോയാലും പ്രിയപ്പെട്ടവരെ, മഹ്ശറയിൽ നമ്മളെല്ലാവരും ഒത്തുചേരും. തിരുവനന്തപുരത്ത് ഇറങ്ങിയ ആളും, എറണാകുളത്ത് ഇറങ്ങിയ ആളും, ഇനി വേറെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയ ആളും, അമേരിക്കക്കാരനും
ഉഗാണ്ടക്കാരനുമൊക്കെ ഒത്തുകൂടും അവിടെ. എല്ലാവരും അവിടെ ഒത്തുകൂടുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ലോകത്തേക്ക്, അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവധി എത്തിയാൽ പോകണം. ഖുർആൻ പറഞ്ഞു എവിടെയായാലും പിടികൂടും. ഞാൻ ആയത്തുകളൊന്നും ഓതുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ പറയുന്നുണ്ട് എവിടെയായിരുന്നാലും പിടികൂടും. ഇനി നാളെ എന്താകുമെന്ന് അറിയില്ല എന്ന് സൂറത്ത് ലുഖ്മാൻ പറയുന്നു. നോക്കൂ, വലാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയില്ല. നാളെ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, സ്ഥലത്ത് പോകണം, ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്. അങ്ങനെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇന്ന് ഉറങ്ങുക. പക്ഷെ നാളെ ഞാൻ പുലരുമ്പോ ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എന്റെ ജീവിതം തകിടം മറിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്റെ യാത്ര പ്ലാൻ ഒക്കെ തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ഖുർആൻ പറയുകയാണ് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. കേട്ടോ, വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. നമ്മൾ ഏത് സ്ഥലത്ത് വെച്ചാ മരിക്കുക? എന്റെ വീട്ടിൽ വെച്ച്, എന്റെ നാട്ടിൽ വെച്ച്, എന്റെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, കുടുംബക്കാർ അവരുടെ അടുക്കൽ വെച്ച് ഇല്ല. ഒന്നും ഒരാൾക്കും ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. കഴിഞ്ഞ ഇന്നലല്ലേ ബഹുമാനപ്പെട്ട ഹാഷിം കോയത്തങ്ങൾ മരണപ്പെട്ടു പോയത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മരണം എന്നുള്ളത് എവിടെയും എപ്പോഴും വന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ ഒരുപാട് കണക്ക് കൂട്ടിയത് യാഥാർത്ഥ്യമാകാതെ പോകുന്ന ഈ ലോകത്ത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് സൂറത്തുൽ ഹദീദിൽ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും വമാ നസല മിനൽ ഹഖ് അവതരിച്ചു കിട്ടിയ സത്യത്തിലേക്കും തിരിച്ചു കൊണ്ടുവരാൻ സമയമായില്ലേ? എവിടത്തേക്കായി തിരക്ക് പിടിച്ച യാത്ര? ഇതൊന്നും ഓർമ്മിക്കുന്നില്ലേ? കൊല്ലം ഒത്തിരി ആയില്ലേ? നോമ്പ് വന്നില്ലേ? നോമ്പ് തീരാറായില്ലേ? ദിവസങ്ങൾ ഇങ്ങനെ പാഞ്ഞു പോവുകയില്ലേ? ഇനിയും പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിലേക്ക്, ഈ വന്ന സത്യത്തിലേക്ക്, ഖുർആനിലേക്ക്, ഖുർആൻ പറഞ്ഞ കൽപ്പനകളിലേക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ എന്ന് ഖുർആൻ നമ്മോട് ചോദിക്കുകയാണ്. സമയമായില്ലേ? നമ്മൾ ഓരോരുത്തരും ചോദിക്കണം ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോ നമുക്ക് ലഭിക്കുന്ന ഉത്തരമാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പഠനത്തെക്കുറിച്ച് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിക്കുകയും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുന്നവൻ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അവരാണ് ഏറ്റവും ഉത്തമൻ. നമ്മൾ ഈ കാണുന്ന പളപളപ്പൊന്നുമുള്ള സൗകര്യങ്ങളുള്ള വലിയ വലിയ വണ്ടിയും ഒന്നൊന്നുള്ള ആളൊന്നുമല്ല ഉത്തമൻ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചതായി അബൂ ഹുറൈറ നിവേദനം ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിലെ ഒരു പള്ളിയിൽ വെച്ച് ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അവർ അന്യോന്യം പഠിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ ഭവനം, ഈ ഭവനം ഇവിടെ വെച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും അത് അന്യോന്യം പഠിക്കുകയുമായാൽ അവരുടെ മേൽ ശാന്തത വന്നിറങ്ങും. റഹ്മത്ത് അവരെ ആവരണം ചെയ്യും, പൊതിയും. മലക്കുകൾ അവരെ പൊതിയും. അള്ളാഹു തന്റെ അടുത്തുള്ളവരിൽ അവരെ കുറിച്ച് അനുസ്മരിക്കുകയും ചെയ്യും. മലക്കുകളോട് അള്ളാഹു പറയും നമ്മളെ കുറിച്ച്, എന്റെ ഖുർആൻ ഞാൻ സന്മാർഗ ഗ്രന്ഥമായി അവതരിപ്പിച്ചു കൊടുത്ത ഖുർആൻ വചനങ്ങളതാ ഓതുന്ന ഒരു കൂട്ടർ അള്ളാഹുവിനെ പ്രശംസിച്ച് പറയുമെന്നാ പറഞ്ഞത്. ഖുർആൻ പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളെ മലക്കുകൾ പൊതിയും, റഹ്മത്ത് പൊതിയും. പ്രിയപ്പെട്ടവരെ, നമുക്കത് വേണ്ടേ? ഖുർആൻ ചോദിച്ച പോലെ ഇനി എപ്പോഴാ നാം ആലോചിക്കണം. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു കാര്യം നമ്മളൊന്നും പഠിച്ചില്ലല്ലോ, ചെറുപ്പകാലത്ത് പഠിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇപ്പൊ ആളുകൾക്കിടയിൽ ഖുർആൻ പഠന ക്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ പ്രയാസമല്ലേ, അവരെന്ത് വിചാരിക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളിലുണ്ട്.
ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്. ഞാൻ ഹദീസ് പറയുന്നില്ല. വിശുദ്ധ ഖുർആനെ കുറിച്ച് മനസ്സിലാക്കി അത് പാരായണം ചെയ്യുന്നവർ ആദരണീയരും പുണ്യാത്മാക്കളുമായവരുടെ കൂടെയാണ്. ആദരണീയരായവരുടെ പുണ്യാത്മാക്കളായവരുടെ കൂടെയാണ് ഖുർആൻ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നവർ. എന്നിട്ട് പറയാണ്, പ്രയാസത്തോടെ തപ്പിത്തടഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവന് പഠിക്കാൻ കഴിഞ്ഞില്ല, സാഹചര്യം അനുവദിച്ചില്ല. ചെറുപ്പകാലത്ത് അങ്ങനെയായിപ്പോയി. ഇപ്പൊ എനിക്ക് ഖുർആൻ പഠിക്കണം തോന്നുകയാണ്, ഓതാൻ പ്രയാസമുണ്ട്, തപ്പിത്തടഞ്ഞാണ് ഓതുന്നത്. അങ്ങനെ തപ്പിത്തടഞ്ഞ് പ്രയാസപ്പെട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവന് 2 പ്രതിഫലമുണ്ട്. ബുഖാരി ഉദ്ധരിച്ച ഹദീസാ. ഒരു പ്രതിഫലമല്ല, 2. മറ്റേയാൾക്ക് ഒന്നേ ഉള്ളൂ. ഖുർആൻ പഠിച്ചു വന്നതിന് ഒന്നേ ഉള്ളൂ. ഇവർക്ക് 2 പ്രതിഫലം. പ്രയാസം അനുഭവിച്ച് പഠിച്ചു എന്നുള്ളത് അതിനും കൂടി പ്രതിഫലം നൽകണം. അത്രമേൽ പ്രസക്തമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്നുള്ളത്. ഇത്രയും ഞാൻ ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ വചനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഖുർആൻ പാരായണം നമ്മിലൂടെ ഉതിർന്നു വീഴാത്ത ദിവസങ്ങൾ ഉണ്ടാവരുത്. അത് പഠിക്കാൻ കഴിയാതെ പോകുന്ന സമയങ്ങൾ ഉണ്ടാവരുത്. പ്രിയപ്പെട്ടവരെ, ജീവിതം എപ്പോഴും അവസാനിക്കും. അതുകൊണ്ട് തന്നെ ഖുർആനിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ ഖുർആൻ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആന്റെ ഉത്തമ അനുയായികളായി ജീവിക്കാനുള്ള തൗഫീഖ് കാരണവാനായ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. കാരണവാനായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപങ്ങളൊക്കെ നീ പൊറുത്തു തരണമേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പൊറുത്തു തരണമേ റഹ്മാനെ. ദുർബലരാണ് റഹ്മാനെ ഞങ്ങൾ, പ്രാപികളാണ് റഹ്മാനെ ഞങ്ങൾ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലതും അശ്രദ്ധമായി കയ്യാളിപ്പോയിട്ടുണ്ട് റഹ്മാനെ. നീ പൊറുത്തു തരണമേ അല്ലാ, നീ പൊറുത്തു തരണമേ അല്ലാ. നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ ഇതൊന്നും ശിക്ഷയായി വിചാരണയായി ഞങ്ങൾ നീ ബാക്കി വെക്കരുതേ റഹ്മാനെ. അള്ളാഹുവേ, സത്യവിശ്വാസികൾ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ വിശ്വാസ രീതി അനുസരിച്ച് ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെയും ഞങ്ങളുടെ തലമുറകളുടെയും ജീവിതം ക്രമപ്പെടുത്താൻ നീ തൗഫീഖ് നൽകണമേ അല്ലാ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഈ ജീവിതയാത്രയിൽ കടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അങ്ങനെ പലരും മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ, അപ്രതീക്ഷിത ദുരന്തങ്ങൾ പോലുള്ള ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ ഉണ്ടായതുപോലുള്ള പ്രയാസകരമായ അവസ്ഥകൾ, അത്തരം ദുരന്തങ്ങളും പ്രയാസങ്ങളും റഹ്മാനായ റബ്ബേ അതേ തൊട്ടൊക്കെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അല്ലാ. രോഗം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് റഹ്മാനെ. അവർക്ക് നീ ശിഫയേകണമേ അല്ലാ. അവർക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാ. സമാധാനത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഈ ലോകത്ത് ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും പരലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അല്ലാ. അവർക്ക് നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അവരുടെ ഖബറട നീ വിശാലമാക്കി കൊടുക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനെ. റബ്ബേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ പ്രയാസപ്പെടുകയാണ്, കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. ഫലസ്തീൻ മുതൽ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ദുഷിച്ച ചിന്തയുള്ള ദുശക്തികളുടെ ശെറിനെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാ. അത്തരം ദുഷ്ടശക്തികളെ നീ ദുർബലപ്പെടുത്തണമേ റഹ്മാനെ. വിശ്വാസമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈമാനിന്റെ കരുത്ത് നീ പ്രദാനം ചെയ്യണമേ അല്ലാ. ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് നീ പ്രദാനം ചെയ്യണമേ അല്ലാ. ലോകത്ത് സമാധാനത്തോടെ ജീവിക്കുന്നതിന് ഗുണകരമായ നിലയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ മാത്രമല്ല എല്ലാ ജനങ്ങളുമായും സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും ജീവിച്ചുകൊണ്ട് സമാധാനത്തോടെ ഉള്ള ഒരു അന്തരീക്ഷം ഇവിടെ സംജാതമാവാൻ നീ തൗഫീഖ് നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.